പുനലൂർ ചെങ്കോട്ട റെയിൽവേ വികസനത്തിന്റെ ഭാഗമായി കുടിയൊഴിപ്പിക്കപ്പെട്ടതിൽ പുനരധിവസിപ്പിച്ചിരുന്ന 12 കുടുംബങ്ങളെ അവിടെ നിന്നും കുടിയൊഴിപ്പിക്കുന്നതിന് റവന്യൂ വിഭാഗം നടപടികൾ ആരംഭിച്ചു. 103 കുടുംബങ്ങളെയാണ് നഗരസഭാ പരിധിയിൽ നിന്നും കുടിയൊഴിപ്പിച്ചത്. ഇതിൽ 82 കുടുംബങ്ങൾക്ക് കേളങ്കാവിലെ വള്ളിമാനൂരിൽ 3 സെന്റ് പട്ടയം നൽകി. 9 കുടുംബങ്ങൾക്ക് അച്ചൻകോവിലിലും. അവശേഷിച്ച പട്ടയം നൽകാത്ത 12 കുടുംബങ്ങളെയാണ് ചെമ്മന്തൂരിലെ പഴയ താലൂക്ക് ഓഫീസിൽ താൽക്കാലികമായി പുനരധിവസിപ്പിച്ചിരുന്നത്. ഇവിടെ നിന്നുമാണ് ഇവരെ ഇപ്പോൾ കുടിയൊഴിപ്പിക്കുന്നതിന് റവന്യൂ വിഭാഗം നടപടികൾ ആരംഭിച്ചത്. പഴയ താലൂക്ക് ഓഫീസ് സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്താണ് കോർട്ട് കോംപ്ലക്സ് നിർമ്മിക്കുന്നത്. അടുത്ത മാസം 6-ാം തീയതി കോർട്ട് കോംപ്ലക്സിന്റെ നിർമ്മാണ ഉദ്ഘാടനം തീരുമാനിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇവിടെ പുനരധിവസിപ്പിച്ചിരിക്കുന്നവർ ഒഴിഞ്ഞുപോകണം എന്ന് കാണിച്ച് റവന്യൂ വിഭാഗം അറിയിപ്പ് നൽകിയത്. എന്നാൽ തങ്ങൾ ഒഴിഞ്ഞുപോകാൻ തയ്യാറാണെന്നും പട്ടയമോ സ്ഥലമോ നൽകാത്ത സാഹചര്യത്തിൽ തങ്ങൾക്ക് അന്തിയുറങ്ങാൻ ഇടം കൂടി നൽകണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു. ഞങ്ങൾ 10-12 കുടുംബം പഴയ KIP-യിൽ ഞങ്ങൾ താമസക്കാർ 8-8.5 മാസം കൊണ്ട് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നു. കറണ്ടോ മറ്റു സൗകര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ മുനിസിപ്പാലിറ്റി ഞങ്ങൾക്ക് വെള്ളം കൊണ്ട് തരുന്നുണ്ട്, ഞങ്ങൾ അത് ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു കോർട്ട് കോംപ്ലക്സ് വരുന്നത് കൊണ്ട് ഞങ്ങൾ ഉടൻ ഇവിടെ നിന്ന് ഒഴിഞ്ഞു മാറണമെന്ന് സ്ഥലം MLA പറഞ്ഞു. തുടർന്ന് ഞങ്ങൾക്ക് പോയി ഈ പേമാടിയിലും മഴയിലും സ്ഥലവും ഒന്നുമില്ല. ഞങ്ങൾ കയറി കിടക്കാൻ ഞങ്ങൾ നിർദ്ധരനാണ്. ഞങ്ങൾ കയറി കിടക്കാൻ ഞങ്ങൾ ഈ 4 വയസ്സുള്ള കുഞ്ഞു മുതൽ 80-85 വയസ്സ് വരെയുള്ള വൃദ്ധരായ ഒരു ഇതിനകത്ത് കിടപ്പുണ്ട്. ഇപ്പോൾ വന്നിട്ട് നിങ്ങൾ ഇറങ്ങി പോയിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങോട്ട് പോകാനാണ്? ഞങ്ങൾക്ക് അടിയന്തരമായിട്ട് ഒന്നേ ഞങ്ങൾക്ക് 3 സെന്റ് സ്ഥലവും അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളും ഒപ്പിച്ചു തരണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് മാറാൻ തയ്യാറാണ്. പക്ഷേ ഞങ്ങൾക്ക് അടുത്ത ഒരു എവിടെയെങ്കിലും ഞങ്ങൾക്ക് അന്തി ഉറങ്ങാൻ ഞങ്ങൾക്ക് ഒരു സ്ഥലം കണ്ടെത്തി തരണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിച്ചുകൊള്ളുന്നു. ഇവിടെ താമസിക്കുന്ന 12 കുടുംബങ്ങളിൽ 5 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ള അന്തേവാസികളാണുള്ളത്. ഇതിൽ 60 വയസ്സിൽ പുറത്തുള്ളവർ 9 പേരുണ്ട്. ഒരു തുണ്ട് ഭൂമിക്ക് പോലും അവകാശികളല്ലാത്ത ഈ പാവങ്ങൾ കുടിയൊഴിപ്പിക്കപ്പെടുമ്പോൾ അന്തി ഉറങ്ങാൻ ഇടമില്ലാതെ എന്തു ചെയ്യുമെന്നറിയാതെ നെടുവീർപ്പിടുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.